ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ എന്നത്തെയും പോലുള്ള വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ ഞാൻ നീച്ച് പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചു. ചായക്ക് ഇന്ന് കലക്കി പാർന്ന ദോശയും പിന്നെ മസാലക്കറി ഉണ്ടാകുന്ന മസാലക്കറിയും കുട്ടിയുടെ കഴിച്ചത്. പിന്നെ അത് കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അമ്മ പോകാനായി. 9 മണിയാകുമ്പോഴേക്കും അമ്മ പോയി. പിന്നെ അമ്മ പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം കുട്ടിനൊപ്പം കിടക്കാൻ നോക്കി. അപ്പോഴേക്കും കുട്ടി നീച്ചു. പിന്നെ അവനെ പല്ലേപ്പിച്ച് അവന് ഉണ്ടാക്കി, ഇന്ന് പ്രാഗി ഉണ്ടാക്കി. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ സ്ഥിരം എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ റാഗി ഉണ്ടാക്കി, റാഗി കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് പാമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ അന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന തൊട്ടിട്ടുള്ള പാമ്പേഴ്സ് ഉണ്ടാകും. അതുകൊണ്ടൊന്നുമില്ല, 4-5 പാമ്പേഴ്സ് ഇടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി മാത്രമേ ഞാൻ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കലുള്ളൂ. ഇപ്പോൾ മഴ ചെയ്തുകൊണ്ട് രാത്രി മാത്രമേ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കലുള്ളൂ. ബാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടി ട്രൗസർ മാത്രം ഇടല്. അപ്പോൾ ഞാൻ അങ്ങനെ പാമ്പേഴ്സ് ചീന്തി നേരാക്കി, പഞ്ഞി വേറെ, പിന്നെ ഇത് വേറെയിട്ട് വേറെ വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ അവന് കുറച്ച് പാല് കൊടുത്തു. പശുവും പാല് കൊടുക്കൽ തുടങ്ങി. അപ്പോൾ കുറച്ച് പാലും കൊടുത്തു അവന്. അത് കഴിഞ്ഞ് അവനപ്പോൾ കളിച്ചും കൊണ്ടിരിക്കുന്ന ഇടയിലാണ് കൊടുക്കുന്നത്. പാലൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, കുടിക്കലൊന്നുമില്ല. എന്നാലും എങ്ങനെയൊക്കെ ഒന്ന് കുടിക്കട്ടെ എന്ന് വെച്ചിട്ട്, ഇപ്പോൾ തിന്നാൻ എന്തായാലും ഇല്ലല്ലോ, ഒരു വസ്തു തിന്നൂലല്ലോ. അപ്പോൾ പാലെന്തായാലും കുടിച്ചോട്ടെ വെച്ചിട്ട് അങ്ങനെ പാല് കുടിക്കാൻ കൊടുക്കും. കുറച്ച് അങ്ങനെ കുടിക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അതിന് ശേഷം പിന്നെ ഫുള്ള് കളി. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഉറക്കമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ഉറക്കമില്ല, കഴിക്കലുമില്ല, കളി മാത്രമായി. എന്നാലും അവിടുത്തെ വീട്ടിൽ അപേക്ഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് കുറച്ചിങ്ങനെ തിന്നൽ തുടങ്ങിയത്. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിതാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരണം, അങ്ങനെ തീറ്റിക്കും. ഇതിപ്പോൾ വൈകുന്നേരം അച്ചമ്മ വന്നപ്പോൾ കളിച്ച് കാട്ടിക്കൊടുക്കണം. അപ്പോൾ റിമോട്ട് കാറൊക്കെ എങ്ങനെ ഓട്ടേണ്ടത് എന്നൊക്കെ പഠിച്ചു അവന്. മറ്റേത് അതൊന്നും എടുത്ത് അറിയണ്ടായില്ല. അതൊക്കെ കടിക്കുക, പിടിച്ച് ഇതാക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നേരാക്കി ഇതാക്കാനൊക്കെ പഠിച്ചു. അങ്ങനെ നേരാക്കിയൊന്നുമില്ല, ഓരോ രീതിക്കുള്ള പഠിത്തം. അങ്ങനെ പിടിച്ച് സ്വിച്ചുമ്പോൾ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ മേത്തേക്ക് വന്നിരിക്കും. പിന്നെ വൈകുന്നേരം 3:30 ആയപ്പോൾ ഉറങ്ങി നീച്ചപ്പോഴേക്കും എനിക്ക് വിശന്നപ്പോൾ ഞാൻ പിന്നെ രാവിലത്തെ ചായക്കടി ഉണ്ടെന്ന് ബാക്കി അതെടുത്ത് തിന്നു. എന്നിട്ട് പിന്നെ അമ്മ വന്നപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി, ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ രാത്രിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്തോളിയും പറഞ്ഞ അമ്മയെടുത്ത് ഞാൻ. അപ്പം അങ്ങനെ അമ്മ ഭക്ഷണം കൊടുക്കാൻ പോയി, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നു. ആദ്യം നമുക്ക് ഇങ്ങനെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാൻ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, കുരുമുളക് ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ അതിന് ശേഷം വലിയ ഉള്ളി, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, പിന്നെ തക്കാളി, ഇതൊക്കെ നമുക്ക് ആവശ്യം. എന്നിട്ട് ഒരു ചട്ടി എടുക്കുന്നത്, മൺചട്ടി എടുക്കുന്നത്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളകും കീറിയതെടുക്കുന്നു. എന്നിട്ട് കുറച്ച് ഒന്ന് വാട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ടു. എന്നിട്ട് ഞാൻ തക്കാളി ഇട്ട് വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തക്കാളി ഇട്ട് വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് തക്കാളി ഇട്ട് കുറച്ച് അതൊന്ന് വാടി ഒരു ഉടഞ്ഞ പരിവാവണം. എനിക്കങ്ങനെ ഉടയുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ടിട്ട് പിന്നെ പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഒന്ന് എന്നിട്ട് ഇളക്കിയെടുത്തു. അതിൻ്റെ മുമ്പ് ചൂടട്ടിച്ചൊരു എനിക്കിങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നലുണ്ട് അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചൂടാക്കിയിട്ട് മീൻ കൂട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചൂടാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. പിന്നെ അതിന് ശേഷം ഒന്ന് ചൂടാക്കി കുറച്ച് നമ്മൾ അരച്ച് വെച്ച ആ സാധനത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പ് നമ്മൾ അതിക്കിട്ടല്ലോ, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കലക്കിയിട്ടൊന്ന് ഒഴിക്കുക. അപ്പം അങ്ങനെ അതിലുള്ള ബാക്കിയുള്ള സാധനം കൂടി നമുക്ക് കിട്ടിക്കോളും. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അങ്ങനത്തെ വെള്ളത്തിൽ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതൊന്ന് ഇളക്കി നേരാക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കി. പിന്നെ ഉപ്പ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോ കൊടുക്കാൻ മറന്നതാണ്. ആ ചിക്കനൊക്കെ ഇട്ട് നല്ല രീതിക്ക് മിക്സാക്കി അത് അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ വീഡിയോസൊക്കെ എങ്ങനെയുള്ള അഭിപ്രായം പറയണം എല്ലാവരും. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കുന്നില്ല,
അതിൽ ഫുള്ളായിട്ട് എടുക്കാന്ന് വെച്ചപ്പോൾ ഈ സമയം കൊണ്ടൊന്നും തീരൂല. അങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കുകയില്ല, കുറച്ച് എടുക്കലുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് വീഡിയോ എടുക്കൽ റെഡിയായി വരണുള്ളൂ, വീഡിയോ എടുക്കൽ റെഡി ആവണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സൗണ്ടും കാര്യമൊക്കെ കേൾക്കും. അപ്പോൾ എത്രയുള്ള നമ്മൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.